നല്ല സാവകാശത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ലിൻസി വളരെ മനോഹരമായിട്ട് ഗാനങ്ങളെ പാടി ഇന്ന് രാത്രികാലം നമ്മളെ സഹായിച്ചു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തെയും പ്രിയ ലിൻസിയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏത് സമയത്ത് വിളിച്ചാലും ഷീസ് റെഡി. ചിലപ്പോൾ ചിലരൊക്കെ പാടി പാടി ആ ആരാധന തുടങ്ങുമ്പോൾ അന്നത്തെ ആ ഒരു അന്തരീക്ഷം തന്നെ വേറെയാണ്. ലിൻസി അങ്ങനത്തെ ഒരാളാണ്. ലിൻസി പാടി തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു അന്തരീക്ഷം വേറെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ലൂയിസ് അങ്കിൾ പറഞ്ഞ പോലെ വളരെ ഭാരത്തിലാണ് പ്രിയ സഹോദരൻ്റെ വേർപാടിൽ. എന്നാൽ സകല ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള കർത്താവ് പ്രിയദാസനെയും കുടുംബമായി അതെ ആശ്വസിപ്പിക്കട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ചർച്ചിലും 4 ശവസംസ്കാരമാണ് നടന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എവറി വീക്കെൻഡ് ദർ ഈസ് 1 പേഴ്സൺ. അപ്പം ആ കുടുംബത്തിന്റെ വേദന മാത്രമേ, സഭയുടെ വേദനയും സഭയുടെ ദാസന്മാർക്കുള്ള സ്ട്രെസ്സും ഒക്കെ വളരെ അധികമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ നടത്തുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു. പ്രിയ ലൂയിസ് അങ്കിളിനെയും കുടുംബമായിട്ട് ദൈവം അതെ ആശ്വസിപ്പിക്കട്ടെ. ഈ വിഷയത്തിൽ നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അതിനുവേണ്ടി അവരുടെ ഹൃദയങ്ങളെ തൻ്റെ സമാധാനത്തെ നിറയ്ക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മീറ്റിങ്ങിന് എൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ ഞാൻ വണ്ടിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പ്രിയ കർത്താനദാസൻ പറഞ്ഞത് പല വിഷയങ്ങൾ ഇടപെടുന്നതുകൊണ്ട് സമയം വളരെ കുറവാണ്. എന്നാലും ഞാനിന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഏതായാലും ഡിയോ ഫെർമോനിൽ വന്നതിന് ശേഷം ഉത്തരവാദിത്തങ്ങളൊക്കെ ഒത്തിരി കൂടി വരുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണ് ആ വിഷയത്തിൽ നിന്ന്. അത് ശരിയാണ്. അതുകൊണ്ട് കർത്താവ് തരുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി എന്ത് സംസാരിക്കണം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് എൻ്റെ മനസ്സിൽ തന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്, അല്ലേ? നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നമ്മൾ പല നേതാക്കന്മാരെ സെലക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയും, ഇന്ന നേതാവിനെ കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെ ഇന്ന നേതാവിനെ കിട്ടിയാൽ അഴുക്കായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരു വക ഇംഗ്ലീഷിൽ പറയും ഫ്ലിപ്പ് ഫ്ലോപ്പേഴ്സ്. ഇന്ന് പറയുന്നതല്ല അവർ നാളെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്നവരാണ് ലൗകികരായ മനുഷ്യർ. അവർക്കെല്ലാം വ്യത്യാസങ്ങൾ വരും അവരുടെ ജീവിതത്തിൽ. വ്യത്യാസങ്ങൾ വരുത്തുന്ന അവരുടെ കാലത്തിനും അവരുടെ രീതിക്കൊക്കെ അനുസരിച്ച്, അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്നുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി നല്ലപോലെ അറിയാം. എന്നാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു സാങ്ക്ടിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ മനുഷ്യജീവൻ എന്ത് വില കൊടുക്കുന്നു എന്നുള്ളതിനെ അറ്റ്ലീസ്റ്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ധാരാളം മതി. അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനൊരിക്കൽ വെർജീനിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ സ്ഥാപന ഒരു ക്രിസ്ത്യൻ ലീഡർ പറയുന്നത് ഞാൻ കേട്ടു. പുള്ളി മരിച്ച പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നതിനേക്കാളും ഞാൻ ചിലപ്പം നല്ല പോളിസിയുള്ള ഒരു ഏത്തീസ്റ്റ് പ്രസിഡന്റ് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു രാജ്യത്തിന്റെ രീതിയിൽ ആ രാജ്യത്തിന് വേണ്ട പോളിസീസിനെ നല്ലപോലെ കൊണ്ടുപോകാനും വിശ്വസ്തയോടെ രാജ്യം ഭരിക്കാൻ സാധിച്ചാൽ ക്രിസ്ത്യൻ വേണം നിർബന്ധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു പരിധി വരെ ശരിയാണ്. എന്നാൽ നമ്മൾ വേദപുസ്തകം ശരിക്കും പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പേ അമേരിക്കയിൽ ഒരു നല്ല ഒരു സ്കോളർ, ക്രിസ്ത്യൻ സ്കോളർ, അവരുടെ പേര് ആർ.സി. സ്ക്രോൾ എന്ന്. ആർ.സി. സ്ട്രോൾ പറഞ്ഞത്, ഇന്നലത്തെ ക്രിസ്ത്യൻസ് ആണ് ഇന്നത്തെ ലിബറൽസ് എന്ന് വെച്ചാൽ സഭയിൽ വന്ന് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചിട്ട് ഒരു കാലഘട്ടത്തിന് ശേഷം ക്രിസ്തു ഇല്ലാതെ അവർ ജീവിച്ചു. ക്രിസ്ത്യാനികളാന്ന് പേര് മാത്രം അവരുടെ ജീവിതത്തിലുള്ളായിരുന്നു. എന്നാൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ആ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലായിരുന്നു. പേരിന് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ച പലരും അവർ ഇന്നത്തെ ലിബറൽസ് ആയിട്ട് മാറി. കാരണം അമേരിക്കയെ സംബന്ധിച്ച് 2 ഗ്രൂപ്പാണ്, ഒന്ന് ലിബറൽസ്, ഒന്ന് കൺസർവേറ്റീവ്സ്. അപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാവരായിരുന്ന അമേരിക്കൻസ് എല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്ന ഒരു കാലഘട്ടം. ഇന്നും പറയുന്ന 80% അമേരിക്കൻസ് എല്ലാം ക്രിസ്ത്യൻസ് ആണെന്ന്. എന്നാൽ അതിൽ എത്ര പേരാണ് ശരിക്കും കർത്താവിനോട് കമ്മിറ്റ്മെന്റിനോട് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത്? ആർ.സി. സ്ട്രോൾ പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത്. ഇന്നലത്തെ ക്രിസ്ത്യാനിയാണ് ഇന്നത്തെ ലിബറൽ എന്ന് വെച്ചാൽ ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം നയിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട്
ഞാനൊരു കാര്യം ഇന്ന് രാത്രിക്കാലം വളരെയധികം സ്ട്രെസ് ചെയ്യാൻ പറയുന്നത്, ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾ നാളെ ക്രിസ്തുവിനെ വിട്ടു പോകും. ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ക്രിസ്മസ് എല്ലാവരും ആചരിച്ചു. അത് എനിക്ക് തോന്നുന്നു 2012 എന്നാൽ 25-ാം തീയതി ആചരിച്ച് 26-ാം തീയതി സുനാമി ഏഷ്യയിൽ അടിച്ചു, ലക്ഷങ്ങൾ മരിച്ചു. ആ മരിച്ചതിന്റെ കാരണം പിന്നെ അതുവരെ ക്രിസ്ത്യാനിറ്റിയിൽ വളരെ സന്തോഷമായിട്ട് ക്രിസ്മസ് ആചരിച്ച മനുഷ്യർ പിറ്റേ ദിവസം ചോദിക്കും, ദൈവം എവിടെ? അല്ലേ? അപ്പം ക്രിസ്തുവിന്റെ ആ ഹൃദയത്തിൽ അവരുടെ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവില്ലാതെ പോയതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നത്. ദൈവം ആരെന്ന് ഉള്ള അറിവില്ലാതെ പോയി. അവരുടെ ഹൃദയങ്ങൾ ക്രിസ്ത്യൻസ് വരാമെന്ന് ചോദിച്ചാണ്, ദൈവം എവിടെ? മില്യൺസ് മരിച്ചല്ലോ ഏഷ്യയിൽ, ഇന്നലെ ക്രിസ്മസ് ആചരിച്ച പലരും ഇന്ന് മരിച്ചല്ലോ എന്നാ പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ ക്രിസ്തു ഇല്ലാതെ ക്രിസ്ത്യാനിത്വം നയിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നതിന്റെ കാരണം, നാളെ നമ്മൾ ക്രിസ്തുവിനെ വിട്ടുപോകാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. കാരണം ക്രിസ്തു നമ്മൾ പിന്നെ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് ഈ പിന്നെ ഇസ്രായേൽ മക്കൾ ഇറങ്ങിപ്പോയപ്പോൾ അവിടുന്ന് മിസ്രൈമർ അവരുടെ കൂടെ കൂടി. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വരും മരുഭൂമിയിലോട്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇങ്ങ് പോന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ മുഖാന്തരമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവരുടെ യാത്രയിലുണ്ടായത്. ആദ്യം പിറുവിറുക്കാൻ തുടങ്ങിയത് മോശക്കെതിരായിട്ട് അവരായിരുന്നു. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവരെല്ലാം ജീവിതത്തിൽ ഒരു അനുഭവത്തിൽ വരുമ്പോൾ അവർ ക്രിസ്തുവിനെയും ദൈവത്തെയും മറക്കുന്ന അനുഭവം. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുക. ക്രിസ്ത്യാനികൾ എന്ന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മൾ വീശിയിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ഭാഗം, യേശുവിനെ പറ്റി ഒരു അറിവ് കിട്ടിയപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ ഇന്ന് രാത്രിക്കാലം ഒരു ടെസ്റ്റ് എടുത്ത് വായിക്കും. ഇച്ചിരി വലിയ നീളമുള്ള ടെസ്റ്റാണ്, ആരെങ്കിലും എന്നെ സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അത് മുഴുവൻ വായിക്കേണ്ട, 3 മുതൽ 40 വരെ ചരിത്രം പറയുന്നത്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അതിന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് മലയാളത്തിൽ ഒന്ന് സഹായിച്ചാൽ നല്ലതായിരുന്നു. ഞാൻ കൊടുക്കുന്ന വെള്ളം മുതൽ 25 വരെ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ഈ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശുവോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. സ്തോത്രം. താങ്ക് യു. ഞാൻ രാത്രികാലം ഞാൻ ഈ വിഷയം വളരെയധികം ചിന്തിച്ചു. അപ്പം പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ആദ്യം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാര്യം, യേശുവിൻ്റെ സുവിശേഷത്തെ പറ്റിയുള്ള സീല്. യേശുവിൻ്റെ പിന്നെ സുവിശേഷം എന്ന് പറയുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ ആകാംക്ഷ എത്ര വലുതായിരുന്നു നമ്മൾ കാണണം. യേശു നമ്മൾ ആദ്യം ഇതിൻ്റെ വായിക്കുമ്പോൾ യേശു ഇങ്ങനെ ഗലീലയിലേക്ക് പോകുന്ന വഴിക്കാണ് ശമരിയയിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ശമരിയയിൽ എത്തിയപ്പോൾ അവൻ വളരെയധികം ദാഹിച്ചു, വളരെ ക്ഷീണിതനാണ്. ക്ഷീണിച്ചു. എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ആഹാരം വാങ്ങിക്കാൻ പോയി. യേശു അവിടെ ഇരിക്കുകയാണ്. എവിടെയാ? യാക്കോബ് തൻ്റെ മകനായ യോസേഫിന് കൊടുത്ത ആ കിണറിന്റെ വക്കത്ത് ഇങ്ങനെ ഇരിക്കുക. ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, ദാഹമുണ്ട്. അന്നേരം ഒരു സ്ത്രീ യേശുവിന് മുമ്പിലേക്ക് വെള്ളം കോരുവാൻ കടന്നു വരുന്നു. ആ സ്ത്രീയെ കണ്ടപ്പോൾ യേശുവിന് ആ സ്ത്രീയെ പറ്റിയുള്ള മുഴുവൻ പിക്ചറും കിട്ടിക്കഴിഞ്ഞു. കാരണം അവൻ സൃഷ്ടിതാവ്,
ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന ഒരു കർത്താവ് അവിടെ ഇരുന്ന് ഇവളെ കാണുക. കണ്ടപ്പോഴേ അവിടെ സകല പിക്ചറും അവിടെ ജീവിതത്തിൽ നടന്ന സകല സംഭവങ്ങൾ യേശുവിന് മുമ്പിൽ വന്നു കഴിഞ്ഞു. നഥനയേലിനെ പറഞ്ഞു, നീ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു, നീ അത്തിവൃക്ഷത്തിന്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ അതേ കർത്താവ് ഈ കിണറിന്റെ അടുത്തിരുന്ന് ഈ സ്ത്രീയെ കണ്ടപ്പോഴേ, അല്ലെങ്കിൽ ബഹുദൂരത്തെ അവിടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ യേശു അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുക. എന്താ? അവളോട് സുവിശേഷം പറഞ്ഞ് അവളെ നിത്യനാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് നടത്തുവാൻ ഒരവസരം. തൻ്റെ ദാഹമോ തൻ്റെ ടയർഡ്നെസ്സോ ഇതൊന്നും യേശുവിന് പ്രശ്നമല്ലായിരുന്നു. യേശു തനിക്ക് ദാഹിക്കുന്നുള്ളത് സത്യമാണ്, ശരീരം ക്ഷീണിച്ചിരുന്നത് സത്യമാണ്. എന്നാൽ ഇവിടെ പാപത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് ഇവളെ നടത്തണം, ഇവളെ നിത്യജീവനിലേക്ക് നടത്തണം എന്നുള്ളൊരു വലിയ സീല്, ഗോസ്പലിനെ പറ്റിയുള്ള സീല് കർത്താവ് അവിടെ കാണിക്കുക ഈ സ്ത്രീയോട്. ഈ സ്ത്രീയെ യേശുവിന്റെ പ്രയോറിറ്റി പിന്നെ വെള്ളമല്ലായിരുന്നു, യേശുവിന്റെ പ്രയോറിറ്റി പിന്നെ തൻ്റെ ദാഹമല്ലായിരുന്നു, യേശുവിന്റെ പ്രയോറിറ്റി തൻ്റെ ക്ഷീണമല്ലായിരുന്നു. അവന്റെ പ്രയോറിറ്റി ഈ വ്യക്തിയുടെ ആത്മാവിലായിരുന്നു. ഈ വ്യക്തിയുടെ ആത്മാവിനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സീൽ ഉണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ യേശുവിന്റെ കാലശേഷം ഈ യേശുവിന്റെ ശിഷ്യന്മാര് 12 പേര്, അവരുടെ ആ ജീവിതത്തിൽ യേശുവിനെ പറ്റിയുള്ള അറിവ് വന്നു കഴിഞ്ഞപ്പോൾ, യേശുവിനെ പറ്റിയുള്ള നോളേജ് അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഉയർത്തെഴുന്നേറ്റമായ കർത്താവിന്റെ ശക്തി എന്തെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം മറന്നു. അവർക്ക് ജീവിതത്തിൽ വന്ന കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ അതെ കഷ്ടമോ നഷ്ടമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഇൻക്ലൂഡിങ് പൗലോസ്, 12 പേര് മാത്രമല്ല. നമ്മൾ പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ അനേക രക്തസാക്ഷികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവർക്കെല്ലാം ഇതെങ്ങനെ സംഭവിച്ചു? യേശുവിന്റെ ആ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ വന്നു. ഇതിനപ്പുറത്തോട്ട് ഒന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനപ്പുറം അവർക്ക് ഒന്നും വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അവർ യേശുവിനെ മാത്രം ധ്യാനിച്ചും അവനെ മാത്രം അനുസരിച്ചും അവന് വേണ്ടി മാത്രം ജീവിപ്പാൻ അവർ തീരുമാനമെടുത്തു. അവർ സുവിശേഷമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. പൗലോസ് കാൽനടയായി ചെന്ന സ്ഥലങ്ങളുണ്ട്. യേശു പലപ്പോഴും കാൽനടയായിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. വേദോസത്ത് യേശു കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ പോയിട്ട് നമ്മൾ കാണുന്നില്ല. യേശു നടന്നാണ് സമരിയിൽ ചെന്നത്. ആ വെയിലത്ത് നല്ല ചൂടുണ്ട്. ആ സമയത്ത് യേശുവിന് വെള്ളമോ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന്റെ ക്ഷീണമോ ഒക്കെ ഉണ്ടെങ്കിലും അതല്ല പ്രയോറിറ്റി. ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും അവൻ നിത്യതയിലേക്ക് നടത്തുവാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, അതിന് മുമ്പിൽ ഒരു വലിയൊരു ഗ്രൂപ്പുള്ള ആൾക്കാരെ കണ്ടു. അതാരാന്നറിയാവോ? അവിടെ പട്ടണത്തിലുള്ള ശമരിയാക്കാരെ. അതും യേശു കണ്ടു. അപ്പോൾ യേശുവിന്റെ ദാഹവും യേശുവിന്റെ ആ ക്ഷീണവും എല്ലാം മറന്ന് അവൻ ആ സ്ത്രീയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആരാണ് ഈ ശമരിയാക്കാര്? അവരൊരു കമ്മ്യൂണിറ്റി ഓഫ് ജ്യൂസ് ആണ് കേട്ടോ. അവർ യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അവർക്ക് യേശു വന്ന മശിഹായെ പറ്റി അവർ കേട്ടിട്ടുണ്ട്. അവരും വിശ്വസിക്കുന്ന ഒരു മശിഹ വരുമെന്നാണ് അവർ പറയുന്ന അവർക്ക് ജൂവിഷ് ബ്ലഡുമായിട്ട് അവർ റിലേഷൻ ഉണ്ട്. അവര് സിറിയക്കാരുടെ അസിറിയൻസ് കോൺകർ ചെയ്ത കാലഘട്ടത്തിൽ അവര് ഇസ്രയേൽ മക്കളാണെന്നും അവരെ പിടിച്ചുപോയി അവരെ ശമരിയയിൽ കൊണ്ട് താമസിപ്പിച്ചാണെന്നും ഒക്കെ അവർ പറയുന്നു. അവരെ തന്നെ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ അല്ലെങ്കിൽ ബെന ഇസ്രയേൽ എന്ന് അവരെ തന്നെ വിളിക്കുന്നത്. അവർ പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളെ അധികമായി അവർ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇങ്ങനെ തോറ എന്ന് പറയുന്ന ഭാഗം മുഴുവനും പഠിക്കുന്നവരായിരുന്നു ശമരിയാക്കാർ. അവരുടെ പുസ്തകമായിരുന്നു അതും. അപ്പൊ അവര് പറയുന്നത് അവർക്ക് ജൂയിഷ് പീപ്പിളായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അവര് അബ്രഹാമിന്റെ സന്തതിയാണെന്ന് അവർ പറയത്തില്ല. പക്ഷെ അവര് പറയുന്നത് അവരുടെ വല്യപ്പൻ യാക്കോബ. ഇസ്രായേൽ മക്കൾ പറയുന്നു അവരുടെ വല്യപ്പൻ അബ്രഹാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു ഇവരുടെ വല്യപ്പൻ യാക്കോബ. അത്ര വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ. എന്നാൽ ഈ യഹൂദന്മാർ അവരെ അന്നത്തെ കാലത്ത് പുച്ഛിച്ച് തള്ളി. അവർ പറയുന്നു ഇവർ ബാബിലോണിയൻ എക്സൈൽസ് ആണ്. ഇവര് തിരിച്ചു വന്ന് അസിറിയൻസ് കോൺക്വസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ വന്ന് താമസിച്ചവരാ. ഇവർ ആക്ച്വലി ബാബിലോണിയൻസ് ആണ്. ഇവർക്കും യൂതന്മാർക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പറഞ്ഞു പരത്തുക. അപ്പോൾ ആ ബാബിലോൺ എക്സൈൽ കഴിഞ്ഞ് തിരിച്ചു വന്ന യഹൂദന്മാര് ആലയം പണിതപ്പോൾ ഈ ശമരിയക്കാരെ അടുപ്പിച്ചില്ല. അവരെന്റെ ഏറിയായി വരാൻ സമ്മതിച്ചില്ല. അവർക്ക് യെരുശലേമിൽ പ്രവേശനമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ഈ ശമരിയയിൽ കൂടെ കടന്നു പോകാൻ കഴിയാത്തതിന് ഇവർ വേറെ വഴി തിരിഞ്ഞാണ് വേറൊരു. ഇപ്പൊ ശമരിയക്ക് അപ്പുറം ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു യഹൂദൻ അവിടെ പോകണം. അപ്പൊ ഈ ശമരിയയിൽ കൂടെ പോകുന്നത് ഒരു പുച്ഛമായതുകൊണ്ടും അവർക്കത് കുറവായതുകൊണ്ടും അവിടെ കാലി ചവിട്ടാൻ പോലും അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഇവർ ചുറ്റിയേ പോകത്തുള്ളൂ.
അത്രയ്ക്ക് വെറുപ്പായിരുന്നു ശമരിയാക്കാരെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ അമ്പലത്തിൽ, ഈ ദേവാലയത്തിൽ ഇവർക്ക് പ്രവേശനമില്ല. ഇവർ വെറും ഔട്ട്കാസ്റ്റ് ആയിട്ട് മാറി. അതുകൊണ്ട് കോൺസിക്വന്റ് ആയിട്ട് BC 4 വർഷത്തിന് മുമ്പേ, യേശുവിന് 4 വർഷത്തിന് മുമ്പേ അവരും ശമരയിൽ ഒരു ദേവാലയം പണിതു. നെബുലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ ഷേഖേമിൽ അവർ ദേവാലയം പണിതു, അല്ലെങ്കിൽ മൗണ്ട് ജെറിസിം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഇവർ ഒരു ദേവാലയം പണിതു. അങ്ങനെ ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, യെരുശലേമിൽ നിന്ന് ഇവർ പണിത ദേവാലയത്തിലേക്ക് 25 മൈലേ ഉള്ളതെന്നാണ് പറയുന്നത്. 25 മൈൽ. അത്രയും. എന്നിട്ട് പോലും ഇവരെ യെരുശലേമിൽ പ്രവേശിപ്പിക്കാൻ യഹൂദന്മാർ സമ്മതിച്ചില്ല. എന്നാൽ യേശുവിന് അറിയാമായിരുന്നു ഇവരാരാന്നുള്ളത്. നമ്മൾ വായിക്കുമ്പോൾ ഇപ്പം ഈ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ വായിക്കുമ്പോൾ ഒരു നല്ല ശമരിയാക്കാരന്റെ കഥ പറയുന്നു. അപ്പൊ യേശു അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാവോ? പിന്നെ ശമരിയാക്കാരൻ ആരാകുന്നു നിന്റെ അയൽക്കാരെന്ന് ചോദ്യത്തിന് ആൻസർ ആണ് യേശു അവിടെ പറഞ്ഞത്. നിന്റെ അയൽക്കാരൻ, നിന്റെ അയൽത്താമസം യഹൂദൻ മാത്രമല്ല, അവനും നിന്റെ അയൽക്കാരനാണ്. ആ ശമരിയാക്കാരൻ നിന്റെ അയൽക്കാരനാണ്. അവൻ നിന്റെ സഹോദരനാണ്. അവനും നിന്നെ പോലെ ഒരുത്തനാണ്. അവനെയും നീ സ്നേഹിക്കണം, അവനെയും നീ ബഹുമാനിക്കണം എന്ന ഉദ്ദേശത്താണ് നല്ല ശമരിയാക്കാരന്റെ കഥ പറഞ്ഞത്. ആ കഥ പറയുന്നത് നമുക്കറിയാമല്ലോ. ആ വ്യക്തി എന്തെല്ലാം ചെയ്തു പിന്നെ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി. അപ്പോൾ നിന്റെ അയൽവാസി എന്ന് പറയുന്നത് ഒരു യഹൂദൻ മാത്രമല്ല. എ സമാരിറ്റൻ ഈസ് ഓൾസോ യുവർ നെയ്ബർ. അത് നീ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ആ കഥ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അർലി ക്രിസ്ത്യാനിറ്റിയിലൂടെ ഒന്ന് പോകാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 25 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രം പറയുന്നു. ശമരിയയിൽ അന്ന് യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയ ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് അവിടെ എല്ലാ സഭകൾ സ്ഥാപിച്ചെന്നും സുവിശേഷം അറിയിച്ചെന്ന് പറയുന്ന ആ ചരിത്രം പറഞ്ഞു വന്നിട്ട്, ഫിലിപ്പോസ് അങ്ങനെ പോയ ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ശമരിയയുടെ പട്ടണങ്ങളിൽ ചെന്ന് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുകയും അവിടെ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. അവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഫിലിപ്പ് സമരിയയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പെർസിക്യൂഷൻ യെരുശലേമിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശമരിയയിൽ ചെന്ന് അവിടെ അനേക വിശ്വാസികൾ കർത്താവിനെ സ്വീകരിക്കാനിടയായി തീർന്നു. അവിടെ അവൻ വചനം പ്രസംഗിച്ചപ്പോൾ, അവൻ യേശുവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ അനേകർ, അല്ലെങ്കിൽ ശമരിയാക്കാർ അവന്റെ പ്രസംഗം കേട്ടു. അവിടെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഭൂതങ്ങൾ പുറത്തായി, അതെ, മുടന്തർ നടക്കുവാൻ തുടങ്ങി, പക്ഷപാതക്കാരൻ എഴുന്നേൽക്കുവാൻ തുടങ്ങി. ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ ആ സിറ്റിയിൽ നടന്നപ്പോൾ അനേകർ ക്രിസ്തുവിലേക്ക് വന്നു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടതായിട്ട് നമ്മൾ ഫിലിപ്പോസിന്റെ ആ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചതായിട്ട് ഈ 8-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. രണ്ടാമത്, ഷിമോൻ എന്ന് പറയുന്ന ഒരു സോർസർ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയെ പറ്റി അവിടെ സംസാരിക്കുന്നു. അവന് ഫിലിപ്പോസ് ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അത് കഴിഞ്ഞ് ഇത് കേട്ടത് പിന്നെ യെരുശലേമിലുള്ള പത്രോസും യോഹന്നാനും ഇത് കേട്ടു. ഫിലിപ്പോസിനാൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ശമരിയയിൽ നടക്കുമെന്നും അനേകർ ക്രിസ്തുവിലേക്ക് തിരിയുന്നുവെന്നും പത്രോസും യോഹന്നാനും അറിഞ്ഞ് അവര് ശമരിയയിൽ ചെന്നിട്ട് അവിടെയുള്ള വിശ്വാസത്തോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? കേട്ടിട്ട് പോലുമില്ല. അവൻ അവരുടെ മേൽ തലയിൽ കൈവച്ചു, അവര് അഭിഷേകം പ്രാപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ശിമോൻ എന്ന് പറഞ്ഞ മന്ത്രവാദി മാനസാന്തരപ്പെട്ടവൻ, അവൻ ദ്രവ്യം കൊണ്ടുപോയി പത്രോസിന്റെയും യോഹന്നാന്റെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ എബിലിറ്റി എനിക്കും തരണം. ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം കിട്ടണം. പത്രോസ് അവനെ ശാസിച്ചു പറഞ്ഞു, നിന്റെ മാനസാന്തരം ശരിയല്ല. ഞാൻ മുമ്പേ പറഞ്ഞ ഇത് തന്നെയാണ്. ഇങ്ങനത്തെ പലരും സഭയ്ക്കകത്തുണ്ട്. നിന്റെ മാനസാന്തരം ശരിയല്ല. നീ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം പക്ഷേ നിന്നെ വിടുവിച്ചേക്കും. അപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായി, അവന് ഭയമുണ്ടായി. അവൻ പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ തെറ്റാ ചെയ്തത്. ഈ 4 കാര്യങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ശമരിയക്കാരെ പറ്റി. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ദൈവദാസന്മാർ അവിടെ ചെന്ന് പിന്നെയും യേശുവാണ് അവിടെ ഒരു തുടക്കമിട്ടത് കേട്ടോ. ആ ശമരിയിൽ ഒരു തുടക്കമിട്ടത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതിനുശേഷം ശിഷ്യന്മാർ അവിടെ പോയി വലിയ വണ്ടേഴ്സ് ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് ഈ
പിന്നെ സുവിശേഷങ്ങൾ, നാലാമത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം എഴുതി തന്നെ ഒരു ഗോസ്പലൈസേഷന് വേണ്ടി മാത്രം ശമരിയക്കാരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം യോഹന്നാൻ അവിടെ പോയി, അല്ലെ പത്രോസിനോട് അവിടെ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഗോസ്പലൈസേഷൻ എന്നുള്ളത് ഈ യോഹന്നാന്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരമായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ആ സ്ത്രീയെ പോയി കണ്ടതും അതിന്റെ ചരിത്രം, യേശു എവിടെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും ഈ ശമരിയയിൽ യേശുവിന്റെ ആ വർക്ക് എങ്ങനെയാ തുടങ്ങിയതെന്നും അതിന്റെ തുടക്കക്കാരൻ ക്രിസ്തു തന്നെ എന്നാണ് യോഹന്നാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ശമരിയക്കാരത്തെ സ്ത്രീയെ യേശുവിന്റെ അടുത്ത് വന്നു. അവള് യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. അതിലേക്കൊന്നും നമ്മൾ അതിൽ കടന്നു പോകേണ്ടത്, അതിന്റെ ഇന്റർപ്രിട്ടേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഞാൻ പറഞ്ഞ പോലെ യോഹന്നാന്റെ ഈ എഴുത്തിന്റെ കാരണം തന്നെ മിഷണറി വർക്കാണ്. അത് അന്ന് ശമരിയെ പറ്റി ഉദ്ദേശിച്ചെങ്കിലും ഇന്ന് നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. മിഷണറി വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ലോകമുള്ളിടത്തോളം കാലം കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും നടക്കേണ്ട ഒരു കാര്യം. അതിൽ നമ്മൾ മടി കാണിക്കരുത്. യേശു തുടങ്ങി വെച്ചു, ഫിലിപ്പോസ് കണ്ടിന്യൂ ചെയ്തു, അപ്പോസ്തലനായ പത്രോസ് ലീഡറായിരുന്നു, അവൻ അവിടെ ചെന്നു, യോഹന്നാൻ അവിടെ ചെന്നു, പിന്നെ ആരൊക്കെ അവിടെ പ്രവർത്തിച്ചു നമുക്ക് അറിയത്തില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സഭയോട് ചേർക്കാനുള്ള ഒരു കമാൻഡ്മെന്റ് നമുക്കുണ്ട്. യേശു അത് പരസ്യമായിട്ട് ചെയ്ത് കാണിച്ച ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു പരസ്യമായിട്ട് അത് ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ അത് തന്നെയാണ് യോഹന്നാന് ഈ നാലാമത്തെ സുവിശേഷം, അല്ലെങ്കിൽ അപ്പൊ യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മിഷണറി വർക്ക് എന്നുള്ളത്. യേശുവായിട്ട് ഈ സ്ത്രീ നടത്തിയ ഒരു കാഷ്വൽ കോൺവെർസേഷൻ ആണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാഷ്വൽ കോൺവെർസേഷൻ അല്ല അവിടെ സംഭവിച്ചത്. വളരെ ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അവിടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് യോഹന്നാൻ ചില പോയിന്റ്സ് മാത്രം അവിടെ കൊണ്ട്, പക്ഷെ യേശു അവിടെ കുറച്ച് സമയം ചെലവഴിച്ചെന്നുള്ളത് 3 തരം. കാരണം ശിഷ്യന്മാരെ ഭക്ഷണം മേടിക്കാൻ പോയി, അവർ വരാൻ താമസിച്ച് കാണും. അത്രയും സമയം ഈ സ്ത്രീയുമായിട്ട് യേശു ഇങ്ങനെ തൻ്റെ ആ സ്ത്രീയുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ ആ സ്ത്രീക്ക് ഒരു മാറ്റം വരത്തക്കവണ്ണം സാധിച്ചെങ്കിൽ നല്ലപോലെ സമയം അവിടെ നടന്നത്. നല്ലൊരു കോൺവെർസേഷനാണ് അവിടെ നടന്നത്. അവിടെ 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 ആ സ്ത്രീയുടെ പേഴ്സണാലിറ്റിയെ പറ്റി നമുക്ക് ചിന്തിക്കാം. അവൾ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അവളൊന്നും ചാടിക്കേറി യേശുവിനെ എതിർത്തോ ഒന്നും സംസാരിച്ചിട്ട് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. അപ്പൊ തന്നെ അവൾക്ക് വല്ലതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഇച്ചിരി അറിവുള്ള വ്യക്തിയാണ്, ഇവിടെ നിന്ന് വല്ലതൊക്കെ പഠിക്കാൻ എനിക്ക് കിട്ടും എന്ന് അങ്ങനെ ഷീ വാണ്ടഡ് ടു ബി ടോട്ട്. ആരെങ്കിലും അവളെ പഠിപ്പിക്കാനോ അത് ഇരുന്ന് ശിഷ്യത്വം പോലെ കേട്ടുകൊണ്ട് അത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്ത്രീ. അവള് നമ്മൾ കാണുമ്പോൾ ഈ ശമരിയക്കാർ സ്ത്രീ വളരെ ബോൾഡ്, നല്ല ധൈര്യമുള്ളൊരു സ്ത്രീ, നല്ല സ്മാർട്ടായിട്ടുള്ളൊരു സ്ത്രീ. അത് മാത്രമല്ല വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള സ്ത്രീ. ആ കോൺവെർസേഷൻ ഈ യേശു നടക്കുമ്പോൾ നമുക്കറിയാം അവൾ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് കർത്താവിനോട് സംസാരിക്കുന്നത്. പഴയ കാലത്തെ ഒരു ഏൻഷ്യന്റ് ക്രിസ്ത്യൻ തിയോളജിയനാണ് ജോൺ ഓഫ് ക്രിസോസ്റ്റം. അതുപോലെ തന്നെ വേറൊരാളാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. ഇവർ രണ്ടുപേരും പറയുന്നത് അവൾ വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള സ്ത്രീയായിരുന്നു. വളരെ താഴ്മയും വിനയും, അത് മാത്രമല്ല വളരെ സമയമെടുത്തൊരു കാര്യം കേട്ടിരിപ്പാൻ സമയമുള്ള ഒരു വ്യക്തി, ഒരു മനസ്ഥിതി ഉള്ള വ്യക്തിയായിരുന്നു. പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിന് കാരണം ഞാൻ പറയാം. യഹൂദന്മാരെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള ഫോറിനേഴ്സാണ്. ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ ഒരു ഫോറിനറാണ്. അത് മാത്രമല്ല യേശു ഒരു സ്ട്രേഞ്ചറും അവർക്ക്. യേശുവിനെ അവൾ കണ്ടിട്ടില്ല, യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. ഒരു ഫോറിനർ വന്നിരിക്കുന്നു, നീ ഒരു യഹൂദൻ, ഞാനും ഒരു ശമരിയ സ്ത്രീ എന്നവൾ പറയുന്നുണ്ട്. ഒരു ഫോറിനറുമായിട്ട് ഇരുന്ന് കേൾക്കുവാനുള്ള ഒരു മനസ്ഥിതി, ഒരു പേഷ്യൻസ് അവളിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എന്തിനാ വെള്ളം കോരാൻ പോകുന്നത് നമുക്കറിയാം. വെള്ളം കോരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് ഇച്ചിരി വെള്ളം വേണം. ഒരു കാപ്പി വെക്കാനോ അല്ലെങ്കിൽ ചോറ് വെക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ വെള്ളം തീർന്നു ഉടനെ നമ്മൾ ഓടിപ്പോവുക. നമുക്ക് ഇന്നത്തെ കാലത്ത് പൈപ്പുണ്ട്, നമ്മുടെ വീടിനകത്ത് വെള്ളം കോരാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ വെള്ളം കോരാൻ പോകുന്ന ഒരു അനുഭവമുണ്ട്.
ആരുടെയും വീട്ടിൽ പൈപ്പ് ഒന്നുമില്ല, പലരുടെയും വീട്ടിൽ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വെള്ളം കോരണം, പെട്ടെന്ന് പോയി വെള്ളം കോരണം, വീട്ടിൽ വരണം, തന്റെ പാചകങ്ങൾ ചെയ്യേണ്ട, ഭർത്താവിനും മക്കൾക്ക് ആഹാരം കൊടുക്കണം. അപ്പോൾ ഈ ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ജീവന്റെ ജലം അതും ഇതൊക്കെ പറഞ്ഞ് അവിടെ വർക്കിൽ ഇൻഡൾജ് ചെയ്യുക. അപ്പോൾ അവള് അവിടെ ആ വന്ന കാര്യത്തെ പറ്റി മറന്നുപോയി എന്നല്ല, പക്ഷെ അവള് സമയമെടുത്ത് കേൾക്കുവാൻ, എന്താ ഇവന് പറയാനുള്ളത്, എനിക്കൊന്ന് കേൾക്കണമല്ലോ. സമയമെടുത്ത് പേഷ്യന്റ്ലി ഷീ ഈസ് ലിസണിങ് ടു ദിസ് പേഴ്സൺ, ഈവൻ ദോ ദിസ് പേഴ്സൺ ഈസ് ഇൻഡൾജിങ് ഇൻ ഹെർ പേഴ്സണൽ വർക്ക്. അവിടെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഈ വ്യക്തി ഇൻഡൾജ് ചെയ്യുന്നെങ്കിലും പേഷ്യന്റ് ആയിട്ട് കേൾക്കുവാൻ ഒരു മനസ്ഥിതി കാണിച്ചു. അവള് യേശുവിനെ ഒരിക്കലും റെഡിക്യൂൾ ചെയ്തില്ല. എനിക്ക് സമയമില്ല, ഇത് എന്താ ഈ മനുഷ്യൻ പറയുന്നത്, ജീവന്റെ ജലം എന്നൊക്കെ പറയും എന്താ. എന്നാൽ യേശുവിന് ഇത് പറഞ്ഞ് ഇവളെ മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ യേശു ജീവന്റെ ജലം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായില്ല. ഈ ജീവജലം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചത് എന്താണെന്നറിയാവോ, ഓക്കെ, നല്ലൊരു കാര്യമാണ്, കാരണം ഇത്രയും നാളും ഞാൻ ഈ ആഴക്കടലിൽ നിന്ന് വെള്ളം കോരുകയായിരുന്നു. ഇവൻ ഈ ജീവന്റെ ജലയുടെ ഉറവെന്ന് പറയുന്നത് ചിലപ്പം ഒരു ഉറവ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കും, എനിക്ക് അവിടെ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയാൽ വെള്ളം കോരേണ്ട കാര്യമെന്ന് അവൾ വിചാരിച്ചത്. എന്നാൽ നമ്മൾ അവിടെ ആ വ്യക്തിത്വത്തെ പറ്റി അവിടെ പഠിക്കേണ്ടത്. അവൾ ഇത് വളരെ പേഷ്യന്റ് ആയിട്ടിരുന്ന് കേട്ടു. ഒരു ഫോറിനറുമായിട്ട് സംഭാഷണം, ഒരു അറിയാൻ മേലാത്തൊരു വ്യക്തി, ഒരു സ്ട്രേഞ്ചറുമായിട്ടൊരു സംഭാഷണം, അതിന് അവള് സമയമെടുത്ത് അവിടെ നിന്ന് കേട്ടു എന്നുള്ളതാണ് അവിടെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കുന്ന ആണെന്നാണ് പല ദൈവദാസന്മാരും പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം ഈ സാധാരണ നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലോഗനാണ്, യേശു പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അങ്ങനെ ഒരു സ്ലോഗൻ നമുക്കെല്ലാം ഉണ്ട്. അതിൻ്റെ അപ്പുറം മറുവശത്തൊരു ചോദ്യം കൂടെ നമ്മൾ ചിന്തിക്കണം. എന്താണെന്നറിയാമോ, അങ്ങനെ ഉണ്ടെങ്കിൽ യേശു എന്തിനാ, അല്ലെങ്കിൽ ദൈവം എന്തിനാ മനുഷ്യരെ എല്ലാം നരകത്തിലേക്ക് വിടുന്നത്? മേക്ക് നോ സെൻസ്. അവൻ പാപികളെ സ്നേഹിക്കുന്നവനാ, പാപത്തെ വെറുക്കുന്നു, ശരിയാ. പക്ഷെ എന്തുകൊണ്ട് അവൻ എല്ലാവരെയും പാപികളെല്ലാം നരകത്തിൽ അയക്കാൻ ശ്രമിക്കുന്നു? ഒരു വലിയ ചോദ്യമാണ്. അതിന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ ഞാൻ ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറയാം. ഇപ്പോ നിങ്ങളെല്ലാം, ഒരാളിപ്പം ഒരു പിതാവ് സന്ധ്യയായപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആഹാരമൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുക. അന്നേരം ന്യൂസ് കാണാമെന്ന് തോന്നി. അപ്പം ന്യൂസ് കാണാൻ വേണ്ടി TV ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു സീനാണ് വരുന്നത്. എന്താ, ഒരു ഡ്രങ്ക് ഡ്രൈവർ ചെന്ന് വേറൊരു വണ്ടിയെ ഇടിച്ചു, ആ വണ്ടിയിലുണ്ടെന്ന് ഒരു ഫാമിലി മുഴുവൻ മരിച്ചുപോയി. ഭയങ്കര ന്യൂസാണ്, ലോക്കൽ ന്യൂസാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു അപ്പനായതുകൊണ്ട് ആ വ്യക്തി പറയും, അയ്യോ, ഇതാ ഒരു ടീനേജറാ ചെയ്തെന്നാണ് പറയുന്നത്. അത്രയാ ന്യൂസുകാർ പറയും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പറയാണ്, അവനെ വെറുതെ വിടരുത്, അവനെ ശിക്ഷിക്കണം, അവനെ ജയിലിൽ വിടണം, ഇത്രയും പേരുടെ മരണത്തിന് അവൻ കാരണക്കാരനായി തീർന്നു, അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു. അപ്പോൾ അവനിലുള്ള ആ ലോ ബൈഡിങ് ഒരു ആത്മാവുണ്ട്, ഒരു മനുഷ്യത്വമുണ്ട്. അതുടനെ ഉണർന്നു വന്നിട്ട് പറഞ്ഞു, അവൻ ശിക്ഷിക്കപ്പെടണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന TV-ക്കാര് ഈ ഫോക്കസ് ചെയ്ത് ഒരു മുഖത്തേക്കാണ് സ്ലോ ആയിട്ട് ഫോക്കസ് ചെയ്ത് ആരാ ഈ കുറ്റം ചെയ്യുന്നുള്ളവരെ കാണിക്കാൻ വേണ്ടി അവന്റെ മുഖത്തേക്കൊന്ന് ഫോക്കസ് ചെയ്തപ്പോൾ താൻ കാണുന്നത് തൻ്റെ സ്വന്തം മകനാണ്. ഇത് നടന്ന കഥയൊന്നും അല്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞത്. തൻ്റെ സ്വന്തം മകനാണ് ഈ മദ്യപിച്ച് ഓടിച്ച് ഈ കുടുംബത്തെ കൊന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കി, ആ വ്യക്തിയുടെ അപ്പോഴത്തെ ചിന്ത എന്താ? അയ്യോ, എൻ്റെ മകൻ. അപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. ദൈവം സ്നേഹമുള്ളവനാകട്ടോ. ദൈവം വളരെ സ്നേഹിക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നു. അപ്പൊ തന്നെ ഹീസ് എ സോവറിൻ ഗോഡ്. ഹീസ് എ സോവറിൻ ഗോഡ്. അവൻ ശിക്ഷിക്കുന്നവനാണ്. അവന്റെ ന്യായവിധിയുടെ വാള് ഏത് സമയത്തും നിന്റെ നേരെ ഉയരും, നീ പാപം ചെയ്താൽ. അതുകൊണ്ട് ദൈവം, നമ്മൾ വളരെ സിമ്പിളായിട്ട് കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു പറഞ്ഞ് അങ്ങ് വിടരുതേ. പല കാര്യങ്ങളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയേണ്ട കാലഘട്ടമായത്. ദൈവത്തിന്റെ സോവറിറ്റിയെ പറ്റി
നമ്മൾ പറഞ്ഞേ പറ്റൂ. കർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, വെറുതെ നുണ പറയൊന്നും വേണ്ട, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവും അല്ല. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞ കർത്താവ്. പലപ്പോഴും പലരും ഈ സ്നാനം കഴിഞ്ഞൊക്കെ വന്ന ഈ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞ എന്നാന്നറിയാം? അവർ പറയുന്നത്, ഞാന് വളരെ വലിയ പാപം ചെയ്തു, ഞാൻ യേശുവിനെ പറ്റി കേട്ടു, അത് മാത്രമല്ല എൻ്റെ മരണശേഷം ഞാൻ നരകത്തിൽ പോകുന്നു കേട്ടപ്പോൾ എനിക്ക് ഭയമുണ്ടായി. എന്താ? അവനോട് പ്രസംഗിച്ചവൻ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. ഈ ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ, എനിക്ക് എൻ്റെ ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവല്ലേ, സത്യമാണ്. പക്ഷേ ഇവൻച്വലി സെന്റ് ഓഗസ്റ്റിൻ പറയുന്നത്, ആ ശമരിയാക്കാരത്തി സ്ത്രീ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയെന്ന, തൻ്റെ ആത്മാവിൻ്റെ ഭർത്താവായ യേശുവിനെ അവൾ കണ്ടെത്തി. അവിടെ വെച്ച് മശിഹായെ കണ്ടെത്തി. പാപത്തെ പറ്റിയുള്ള ബോധമൊക്കെ ഉണ്ടായി. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ കാണുന്ന പാപത്തെപ്പറ്റി ബോധമില്ലാത്ത പലരെ, എല്ലാം ക്രിസ്ത്യാനികളാണ്, എന്നാൽ യേശു ആരാണെന്ന് അറിയാൻ മേലാതെ ഭയപ്പെടുന്ന ഒരു ഭയം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവം. ഈ വ്യക്തിയെ പറ്റി നമ്മൾ കാണുമ്പോൾ അവള് യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആത്മീയ ലെവൽ ഒന്ന് ഉണർന്നു. ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ച് അങ്ങനെ പോവുകയാണ് അവിടെ ആത്മീയ ലെവല്. അവൾ നോക്കുമ്പോൾ ഈ വ്യക്തി സാധാരണക്കാരനൊന്നുമല്ല. ഈ വ്യക്തി എന്നെ ഈ ജഡികമായ ദാഹമെന്തെന്നും ആത്മീയമായ ദാഹമെന്നും പഠിപ്പിക്കുന്നു. ഈ വ്യക്തി എന്നെ എൻ്റെ ആത്മീയ ദാഹത്തെ എങ്ങനെ എന്നേക്കുമായി മാറ്റാം എന്ന് പഠിപ്പിക്കുന്നു. ശരിയായുള്ള വെള്ളം ഏതെന്നും അല്ലെങ്കിൽ ജീവജലം എന്തെന്നും ഈ ലോകത്തിലെ വെള്ളവും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇയാൾ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിന് മീതെ ഈ വ്യക്തി പാപമെന്തെന്നും പാപത്തിന്റെ പരിഹാരമായ ശിക്ഷ എന്തെന്നും എന്നെ പഠിപ്പിക്കുന്നു. പാപം ചെയ്താൽ അതിന് മരണമാണ് ശിക്ഷ എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അത് മാത്രമല്ല, സത്യ ആരാധന എന്നാണെന്ന് ഈ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്തായി തീർന്നറിയാവോ? അവൾ ഒരു ഗോസ്പലൈസിങ് വുമനായിട്ട് മാറി. അവിടെ അവിടെ ഇട്ടിട്ട് അവൾ പട്ടണത്തിലൂടെ, അവൾ എന്തിനാ വന്നത്? വെള്ളം കോരാൻ വന്നവൾ അത് മറന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ അത് മറന്നു. അവൾ ഒരു സുവിശേഷകയായിട്ട് അവിടെ മാറുകയാണ്. ആത്മീയ ലെവള് അവിടെ കണ്ടമാനം ഉയർന്നു. ആരെയാ കണ്ടേക്കെന്നറിയോ? ദൈവപുത്രനെ അവൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ കോൺവെർസേഷൻ അല്ലായിരുന്നു അത്. അവിടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വെളിച്ചം അങ്ങ് അടിച്ചങ്ങ് പടർന്നു. യേശുവിന്റെ ശക്തി എന്തെന്ന് അവൾ മനസ്സിലാക്കി. ഒരു ചോദ്യം നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എന്താണ് ശരിയായിട്ടുള്ള വർഷിപ്പ്? എന്താണ് ശരിയായിട്ടുള്ള വർഷിപ്പ്? യോഹന്നാന്റെ എഴുത്തുകളുടെ എല്ലാം ഒരു പ്രത്യേകത ഇതാ. വലിയ ഈ ഗൂഢമായി കിടക്കുന്ന ചില സത്യങ്ങളെ യോഹന്നാൻ വളരെ ഈസി ആയിട്ട് പുറത്തു കൊണ്ടുവന്നു. അതൊരു ചരിത്രത്തിലൂടെ, ഒരു കഥയിലൂടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു അവൾ യേശുവിനെ മശിഹ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അവൾ ഈ ലോകത്തിലുള്ളതൊന്നും സംസാരിച്ചില്ല. തൻ്റെ മുമ്പോട്ടുള്ള ജീവിതമോ തൻ്റെ ആരോഗ്യമോ തൻ്റെ പണത്തിൻ്റെ സ്റ്റാറ്റസോ താൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോ ഇതൊന്നും അല്ലായിരുന്നു അവിടെ വിഷയം. ഉടനെ അവൾ റിലീജിയസ് തിങ്ങിലേക്ക് അവൾ പോയത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ പർവ്വതത്തിൽ ആരാധിക്കണമെന്ന് പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, ഞങ്ങളുടെ എല്ലാ ആരാധന എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കൾച്ചറിനെ പറ്റിയും അവിടെ വിശ്വാസത്തെ പറ്റിയും എല്ലാം നല്ലൊരു അറിവുള്ള സ്ത്രീയായിരുന്നു അവൾ. അവൾ അവിടെ കൾച്ചറിനെയും അവിടെ ആരാധന രീതികളെയും അവൾ വിശ്വാസത്തെയും ഒക്കെ കർത്താവ് പറഞ്ഞു, നീ ആ മലയിലുള്ള ആരാധിക്കേണ്ടത്, ഈ മലയിലുമല്ല ആരാധിക്കുന്നത്. അതായത് ആരാധിക്കുന്നവര് സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കും.
എന്തൊരു വലിയ സത്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു ഭാഗം യോഹന്നാൻ എഴുതിയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ പറ്റി ഈ സ്ത്രീ യേശുവിനോട് സംസാരിച്ച് യേശുവിനെ ട്രിഗർ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ വലിയൊരു സത്യം നമ്മൾ ഒരിക്കലും അറിയത്തില്ല, ശരിയായിട്ടുള്ള ആരാധന എന്താണെന്നുള്ളത്. യേശുവിന് പറയേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അവിടെ. എന്നാൽ ആ സ്ത്രീ ആ സാഹചര്യം ഉണ്ടാക്കി. അവിടെ യേശു വലിയൊരു സത്യം വെളിപ്പെടുത്തി. സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. ജഡിക ആരാധന ആരാധനയല്ല. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യാരാധനക്കാർ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദിവസം വരും, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് അറിയിച്ച വലിയൊരു സത്യം കേട്ടോ. അല്ലാതെ നമ്മൾ ഈ കാണുന്നതും ക്രിസ്ത്യാനികളിൽ നിന്ന് ക്രിസ്തീയ ലോകത്ത് നടക്കുന്ന ആരാധന രീതികളൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. പേരിന് ആരാധിക്കരുത്, പേരിന് ആരാധിക്കരുത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. വലിയ സത്യം. വേറൊരു കാര്യം യോഹന്നാന്റെ എഴുത്തിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവനായ കർത്താവ് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതായ കർത്താവിന്റെ ഒരു രൂപത്തെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ 1ഉം 2ഉം അധ്യായങ്ങളും വായിക്കുമ്പോൾ, വെള്ളോട് സദൃശമുള്ള പാദം, തലയിൽ കിരീടം, തേജസ്സുള്ള മുഖം, സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന മുഖം. എന്തൊരു വർണ്ണന യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അധ്യായം എഴുതില്ലായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവ് എങ്ങനെ ഇരിക്കും നമുക്കറിയാമായിരുന്നു? ഒരിക്കലുമില്ല. ഇങ്ങനെ ചില സത്യങ്ങൾ യോഹന്നാൻ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് അത്ഭുതം വരും. എന്താണ് സത്യ ആരാധന? ഈ ടെക്സ്റ്റിന്റെ മുഴുവൻ ഒരു ആകത്തുക നമ്മൾ നോക്കുകയാണെങ്കിൽ, വെറും പാഴായ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു പൂർണ്ണ ക്രിസ്ത്യാനിത്വത്തിലേക്ക് മാറണം എന്നുള്ളതാണ് ഈ ശമരിയക്കാരി സ്ത്രീയുടെ മാറ്റത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇന്നത്തെ ലോകം എല്ലാ വഴികളും ദൈവത്തെങ്കിലേക്കാണെന്ന് ഒരു പഠിപ്പിക്കുന്ന ലോകമാണ്. ഹിന്ദു ആണേലും മുസ്ലിം ആണേലും എന്താണ്, നീ അതിലേക്ക് വിശ്വസിച്ചാൽ മതി, നീ നിത്യതയിലെത്തും, എല്ലാം ദൈവത്തിനെ കൊണ്ടുപോകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകം. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനത്തെ പറ്റി ഒരു പഠിപ്പീരും ഇന്നത്തെ ലോകത്തിലോ സഭകളിലോ ശരിക്കില്ല. ഈ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ ഒരു വീണ്ടും ജനനമാണ്. പേരിനുള്ള ജീവിതമല്ലായിരുന്നു, വീണ്ടും ജനനം. റീജനറേഷൻ, ഡീജനറേഷൻ അല്ല, റീജനറേഷൻ. അതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ ആവശ്യം. എല്ലാം അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ഒന്നിനോട് അങ്ങനെ, ഞാൻ ഒരിക്കലും ദുബായിൽ താമസിച്ചിട്ടുണ്ട്. 2-3 കൊല്ലം ഈ ജോലിയുടെ ആവശ്യത്തിന് ഞാൻ 2 കൊല്ലം ഞാൻ ദുബായിലുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ, പുള്ളിക്കാരി അമേരിക്കക്കാരിയാണ്, വെള്ളക്കാരിയാണ്. ജീവിതം ഇതുപോലെ തന്നെ ഈ സമരക്കാരുടെ സ്ത്രീയുടെ ഒരു അനുഭവത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. ആദ്യം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു, അത് കളഞ്ഞിട്ട് പിന്നെ മിഡിൽ ഈസ്റ്റ് വന്നൊരു ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു. ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുക, അമേരിക്കക്കാരാണ്ട് പെട്ടെന്ന് ജോലി കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ഗ്രൂപ്പെല്ലാം കൂടെ ഇങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയിട്ട് തിരിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും അവരുടെ പള്ളികളിൽ ഇങ്ങനെ വലിയ ആഘോഷമൊക്കെ നടക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചാൽ അവരെന്താ അവിടെ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് അകത്ത് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഐ റെസ്പെക്ട്, ബട്ട് ഐ വിൽ നോട്ട് കോംപ്രമൈസ്. ഞാൻ എല്ലാ മതക്കാരെയും എല്ലാവരെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിശ്വാസം ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് ചെന്നിട്ട് ഞാൻ അവർ കാണേണ്ട കാണിയൊന്നും എനിക്കില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വേറെയാണ്. എൻ്റെ വിശ്വാസം അവരോട് ഒരിക്കലും ചേരത്തില്ല. രണ്ടും രണ്ടാ. നീ പറയുന്ന ആ ദൈവവും എൻ്റെ ദൈവവും ഒന്നല്ല, രണ്ടും രണ്ടാ. ഇത് ജീവനുള്ള ദൈവത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നു. പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവിനെ പറ്റി ഞാൻ സംസാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന അവനില്ല. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 1893 ചിക്കാഗോയിൽ ഒരു വലിയ വേൾഡ് റിലീജിയസ് കോൺഫറൻസ് ആണ്. അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നത് സ്വാമി വിവേകാനന്ദനായിരുന്നു.
നമുക്കെല്ലാം അറിയാവുന്ന കഥയാണ്. വിവേകാനന്ദ അന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു അടവെടുത്തു. പുള്ളി പറഞ്ഞു, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അന്ന് അവിടെ പ്രസംഗിച്ചവരുടെ എല്ലാം വ്യത്യസ്തമായ ഒരു പ്രസംഗം. അതിൽ പുള്ളി പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ആയിരുന്നു. ഞാനത് വായിക്കാം. വാട്ടേഴ്സ് ഫ്രം വേരിയസ് സോഴ്സസ് ഫ്ലോസ് ഇൻ ടു ദ സ്ട്രീംസ്, ഇൻ ടു ദ ക്രീക്ക്, then to the river, then together flows towards ocean. Likewise, people from various religious backgrounds take their own pathway and merge together to reach the eternal God. സ്വാമി വിവേകാനന്ദ 1893 ചിക്കാഗോ കോൺഫറൻസ്. പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ? വെള്ളം പല ഉറവുകളിൽ നിന്ന് വരും. ആദ്യം ഒരു ചെറിയ സ്ട്രീമിലേക്ക് ഒഴുകി വരും. അത് കഴിഞ്ഞൊരു ഒരു ഒരു ചെറിയ തോട്ടിലേക്ക് വരും. ആ തോട് എന്ന നദിയിൽ ചേരും. ആ നദി എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു 3-4 നദികൾ കൂടി ഒരുമിച്ച് സമുദ്രത്തിലേക്ക് ചെല്ലും. ഇതുപോലെയാണ് എല്ലാ റിലീജിയനും ഒന്നാണ്. എല്ലാത്തിൻ്റെ ഉറവിടം വേറെ ആണെങ്കിൽ എല്ലാം ഒരുമിച്ച് എന്ന് ഒരു സമുദ്രത്തിൽ ചേരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും എല്ലാം ഒന്നാണെന്നാണ് പുള്ളി പ്രസംഗിച്ചത്. പക്ഷെ അതല്ല. ഈ ഒരു സത്യം നമ്മൾ വിളിച്ചു വരാൻ ഒരു പേടിയും കാണിക്കരുത്. യേശു ശമരിയക്കാരി സ്ത്രീ കണ്ടപ്പോൾ അവൾ പറഞ്ഞവളൊന്നും കേട്ടുവൊന്നുമില്ല. അവളോട് പറഞ്ഞു, നീ നിനക്ക് ഇത്ര പേര് ഭർത്താക്കൻ പറയും. പ്രോഫറ്റാന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ മശിയാണ് നമുക്ക് മനസ്സിലായി. യേശുയുടെ സംസാരം അങ്ങനെയായിരുന്നു. ഇന്ന് കാലത്ത് നമ്മൾ ഈ ഒരു സാധാരണ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാതെ നമ്മുടെ ജീവിതത്തിലെ എലിമിനേഷൻ വരണം. ഹൂ ഈസ് ക്രൈസ്റ്റ്? ഒരു റീജനറേഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതിലൂടെ യേശുവിനെ ലോകത്തിലേക്ക് കാണിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. എൻ്റെ സമയം കഴിഞ്ഞു എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന് എനിക്ക് തോന്നുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഒന്ന് ഉണരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു മാറ്റം. എന്ത് സാഹചര്യം വന്നാലും ഈ സത്യം വിട്ടിട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല, ഒരു കോംപ്രമൈസിനും ഞാനില്ല. ആ യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ആ ശമരിയക്കാലത്ത് സ്ത്രീക്കുണ്ടായ ആ ചേഞ്ച് അത് നമ്മുടെയും ജീവിതത്തിലുണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചറായിട്ട് മാറട്ടെ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ലോകഗതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അവൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ ഉണരേണ്ട കാലമാണ്. നമ്മൾ സഭയിൽ പ്രസംഗിക്കണം. മാനസാന്തരം എന്ന് പറയും. മാനസാന്തരത്തെ പറ്റി സഭയിലും പ്രസംഗിക്കണം. ദൈവം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ ഞാൻ വിരമിക്കും.